ചേതസ്സിൽ നിത്യം വസിച്ചുകൊണ്ടോ ദിവ്യ ജ്യോതിസേ നേർവഴി കാട്ടിടേണം. നിങ്ങളുടെയൊക്കെ സഹോദരിയല്ലേ ഈ കുട്ടി? സ്നേഹത്തോടെ സന്തോഷത്തോടെ സഹോദരി സഹോദരന്മാരെ പോലെ ജീവിക്കും എന്നല്ലേ നിങ്ങൾ എല്ലാ ദിവസവും പ്രതിജ്ഞ എടുക്കുന്നത്? അതുകൊണ്ട് ഇന്നു മുതലെങ്കിലും നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ തയ്യാറാവണം. ഇനി ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. എയ്ഡ്സ് രോഗിയുടെ മക്കളായി ജനിച്ചവർക്കെല്ലാം ആ രോഗം ഉണ്ടാവണമെന്നില്ല. ഉദാഹരണത്തിന് ശാലിനിയുടെ കാര്യം തന്നെ മതിയല്ലോ. ആ കുട്ടിക്ക് അസുഖം പിടിച്ചിട്ടില്ല എന്ന് മെഡിക്കൽ ബോർഡ് പറഞ്ഞില്ലേ? ഇനി അഥവാ രോഗം ഉള്ള കുട്ടിയാണെങ്കിൽ തന്നെ അവരോടൊപ്പം കൂട്ടുകൂടുന്നത് കൊണ്ടോ കളിക്കുന്നത് കൊണ്ടോ ഒപ്പം ഇരുന്നത് കൊണ്ടോ ഒന്നും ഈ രോഗം പകരില്ലെന്ന കാര്യം ഉറപ്പാണ്. പിന്നെന്തിനാ നിങ്ങളിങ്ങനെ ഭയപ്പെടുന്നത്? ഇപ്പൊ എല്ലാവരുടെ സംശയം തീർന്നില്ലേ? ഇനി പേടിയില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ശാലിനിയുടെ കൂടെ പോയിരിക്കാം. ഞാനിരിക്കാം ടീച്ചറെ. പെൺകുട്ടികൾ ആരുമില്ലേ? ഞാനിരിക്കാം ടീച്ചർ. ഞാനിരിക്കാം ടീച്ചർ.